നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൗൺ എന്താണെന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് നൗണ്? വ്യക്തികളുടെയോ സാധനങ്ങളുടെയോ എന്ത് സ്ഥലങ്ങളുടെയോ എന്തുമായിക്കൊള്ളട്ടെ ആ പേരുകൾക്കാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നതാണെന്ന് പഠിച്ചത്. അപ്പൊ ഇന്നലെ നമ്മൾ 2-3 ടൈപ്സ് നൗൺ പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കോമൺ നൗൺ പഠിച്ചു, പ്രോപ്പർ നൗൺ പഠിച്ചു. അപ്പൊ കോമൺ നൗൺ എന്താണ്? പൊതുവായി പറയുന്നതാണ് കോമൺ നൗൺ. പ്രോപ്പർ നൗൺ എന്താണ്? അതിനൊരു പേരിട്ട് പറയുന്നതാണ് പ്രോപ്പർ നൗൺ. അതിന്റെ ലിങ്ക് ഇപ്പൊ ഇവിടെ തരാം, നിങ്ങളത് കേൾക്കുക, പഠിക്കുക കേട്ടോ. നമ്മൾ തിങ്കളാഴ്ച മുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗ്രാമർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. 30 ഡേയ്സ് വരുന്ന ക്ലാസ് ആണ്. അപ്പോൾ എല്ലാ ദിവസവും 45 മിനിറ്റ്സ് വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ദയവായിട്ട് ഗ്രാമർ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്ന നൗൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു 2-3 നൗണും കൂടെ പഠിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എന്തിനാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നിടത്ത് നൗൺ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ഈ ടൈപ്സ് ഓഫ് നൗൺ അറിയേണ്ടതുണ്ടോ എന്ന്. എന്താണേലും നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും അടിസ്ഥാനം തൊട്ട് തന്നെ തുടങ്ങണം. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന അടുത്ത നൗൺ ആണ് അബ്സ്ട്രാക്ട് നൗൺ. എന്താണ് അബ്സ്ട്രാക്ട് നൗൺ? നമ്മൾ പറയില്ല വെള്ളമല്ല അബ്സോർബ് ചെയ്ത് പോയി, അങ്ങനെ നമ്മൾ പറയുന്ന അബ്സ്ട്രാക്ട് നൗൺ. എന്താണ് അബ്സ്ട്രാക്ട് നൗൺ? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ടു നോക്കാനൊന്നും പറ്റത്തില്ല, നമുക്കത് കാണാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ചില കാര്യങ്ങളില്ലേ, നമുക്ക് തൊട്ടു നോക്കി ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷെ നമുക്കത് അനുഭവിക്കാൻ പറ്റും. തൊട്ടു നോക്കാനോ അല്ലെങ്കിൽ നമുക്കിനെ കാണാനോ ഒന്നും പറ്റാതെ നമുക്ക് ആസ്വദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന നൗണുകളെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സാഡ്, നമ്മുടെ ദുഃഖം, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് അല്ലെ. നമ്മുടെ കറേജ്, പിന്നെ ഹോണസ്റ്റി, സത്യസന്ധത, ഹാപ്പിനെസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ആണ്. നമുക്കിത് തൊട്ടു നോക്കാൻ പറ്റും. നമ്മുടെ സന്തോഷത്തെ നമുക്ക് തൊട്ടു നോക്കാനോ കാണാനോ ഒന്നും പറ്റില്ല, പക്ഷെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കണം. അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് അല്ലെങ്കിൽ കുറച്ച് പരീക്ഷ എന്ന പോലെ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ ചെയ്യണം കേട്ടോ. അപ്പോൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഫീലിങ്സ് ആണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ എന്താണ്? മെറ്റീരിയൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ പേരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യുമ്പോൾ മെറ്റീരിയൽ നൗൺ എന്താണ്? എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൗണുകളെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. ഒരു വസ്തു എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഇപ്പൊ നമ്മൾ ഗോൾഡ്, നമ്മുടെ കയ്യിലൊരു ബാങ്കിൾ ഉണ്ട് എങ്കിൽ നമ്മൾ ഉണ്ടാക്കിയത് ഗോൾഡ് കൊണ്ടാണ്. അപ്പൊ അത് എന്താണ്? മെറ്റീരിയൽ നൗൺ ആണ്. അതെന്ത് നൗൺ ആണ്? മെറ്റീരിയൽ നൗൺ ആണ്. അതേപോലെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ തടി, ഇങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ, വാട്ടർ, ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് അത് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് നമുക്കതിനെ മെറ്റീരിയൽ നൗൺ എന്ന് പറയാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ മെറ്റീരിയൽ നൗൺ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവിടെ അബ്സ്ട്രാക്ട് നൗൺ ആയിരിക്കാം. സെന്റൻസുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ നൗണുകളും അത് അബ്സ്ട്രാക്ട് നൗൺ ആവാം, അല്ലെങ്കിൽ കളക്റ്റീവ് ആവാം, അല്ലെങ്കിൽ കോമൺ ആവാം, പ്രോപ്പർ ആവാം, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് മെറ്റീരിയൽ നൗൺ, ഇതാണ് അബ്സ്ട്രാക്ട്, ഇതാണ് പ്രോപ്പർ നൗൺ എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് കളക്റ്റീവ് നൗൺ. നമ്മൾ കഴിഞ്ഞ ദിവസം കോമൺ നൗൺ പഠിച്ചു. കോമൺ നൗൺ എന്താ പറഞ്ഞത്? നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് തന്നെയാണ്. ആൺകുട്ടികളൊക്കെ, എല്ലാ ആൺകുട്ടികൾക്കും നമ്മൾ പറയുന്നത് ബോയ് എന്നാണ്. പക്ഷെ ഈ ബോയ് എല്ലാം കൂടെ കൂടിച്ചേർന്ന് നിന്നാൽ അവരെന്തായി മാറും? ഒരു ടീമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ പറയണതാണ് എന്ത്? കളക്റ്റീവ് നൗൺ. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ പാരന്റ്സ്, നമ്മൾ മക്കള്, ഗ്രാൻഡ് പാരന്റ്സ് എല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു ഗ്രൂപ്പ്. അത് കളക്റ്റീവ് നൗണായി പറയണമെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ പറയാം? അതൊരു ഫാമിലിയാണ്. ഇപ്പൊ കളിക്കാനൊക്കെ പോയി നിൽക്കുന്ന കുറെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ട്. അതെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ടീം. ക്ലിയർ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഗ്രൂപ്പായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. പക്ഷെ കോമൺ നൗൺ എന്ന് പറയുന്നത് എന്താണ്? എന്താണോ അതിനെ കോമൺ ആയിട്ട് പറയുന്നതാണ് എന്ത്? കോമൺ നൗൺ. ക്ലിയർ ആയോ? കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കോമൺ നൗൺ എല്ലാവരും കൂടെ കൂട്ടി ഒന്നിച്ച് നിൽക്കുമ്പോൾ അവർക്ക് പറയുന്നത് എന്താണ്? കോമൺ കളക്റ്റീവ് നൗൺ എന്നാണ്
പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇത്രയും മതി നൗണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രൊനൗൺ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നൗണിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായും പഠിച്ചു. നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സ്ഥലങ്ങൾ, എല്ലാ പേരുകൾ, എല്ലാ വസ്തുക്കളുടെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാ പേരുകൾക്കും നമ്മൾ ഒന്നിച്ച് പറയുന്നതാണ് എന്തെന്ന്? നൗൺ എന്ന് പറയുന്നത്. അപ്പൊ നൗണിൽ ടൈപ്സ് ഓഫ് ഒത്തിരി നൗണുകളുണ്ട്. ഈ നൗൺ എന്തിന്റെ ഭാഗമാണ്? പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗമാണ്. ക്ലിയർ ആയല്ലോ? പിന്നെ നിങ്ങൾക്ക് നൗണിനെ കുറിച്ച് ഒരു സംശയമില്ലല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ 1-2 സെന്റൻസുകൾ കൊടുക്കാം. നിങ്ങൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നൗൺ ഏതാണെന്ന് തിരഞ്ഞെടുക്കുകയും അല്ലെങ്കിൽ നൗൺ വെച്ചിട്ട് ഫിൽ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ആണ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുള്ളതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ ഇന്നും മുതൽ പഠിച്ചു തുടങ്ങണം വീണ്ടും. കാരണം എന്തൊക്കെയോ അവിടെയൊക്കെയോ ഇവിടെയൊക്കെയോ കേട്ട് നിങ്ങൾ പഠിച്ചു, അതുകൊണ്ടായില്ല. നമ്മൾ ഒന്നൊന്ന് പറഞ്ഞ് തുടങ്ങാണ്, ഇവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അതേപോലെ തന്നെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ മക്കളെ കൊണ്ടൊക്കെ ഇത് കാണിക്കണം. പിന്നെ മക്കൾക്ക് ലൈവായിട്ട് നമ്മൾ തിങ്കളാഴ്ച മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി. അപ്പോൾ നിങ്ങൾക്ക് പേരൻസിന് താല്പര്യം ഉണ്ട് എങ്കിൽ എൻ്റെ നമ്പർ ഞാൻ നേരത്തെ തന്നു, ഇത് വീണ്ടും തരികയാണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ, പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി നൗണിന്റെ കാര്യത്തിൽ സംശയമില്ലല്ലോ. നമ്മൾ അടുത്ത ദിവസം പ്രൊനൗൺ എന്താണെന്ന് പഠിക്കാൻ പോവാണ്. അപ്പോൾ നൗൺ പ്രൊനൗൺ കണക്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.